ജമാഅത്തെ ഇസ്ലാമി മറ്റ് രാഷ്ട്രീയ സംഘടനകളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി പോകേണ്ടതാണ്. RSS എന്ന് പറയുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള ഒരു സംവിധാനവുമല്ല. ഇപ്പോൾ RSS അങ്ങനെയാണല്ലോ. RSS തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അതിതീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിച്ച് അത് പ്രാവർത്തികമാക്കാനുള്ള നിഗൂഢ സ്വഭാവമുള്ള ഒരു രീതിശാസ്ത്രം. അതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഉണ്ട്, രാഷ്ട്രീയതരമായ ഒരുപാട് സംഘടനകളുണ്ട്. ഓരോ തീവ്രവാദ ആവശ്യത്തിനു വേണ്ടി ഓരോ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ അവരുണ്ടാക്കുന്ന 34 സംഘടനകളാണ് RSS ഇപ്പോൾ ഉണ്ടാക്കി വിവിധ കാര്യങ്ങൾക്കായിട്ട് വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയുള്ള അതിൻ്റെ മറുഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അത് അത്യപകടകരമായ രാഷ്ട്രീയ സിദ്ധാന്തത്തെ മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ പ്രയോഗം എന്നുള്ള നിലയിൽ ഒരുപാട് നിഗൂഢ ശൈലിയിലുള്ള പ്രവർത്തനവും ഉണ്ടാക്കുകയാണ്. ആത്യന്തികമായി നല്ല മനുഷ്യനെ വർഗീയമായി ഭിന്നിപ്പിക്കുക, ചേരിതിരിക്കുക, അവരെ ജനാധിപത്യ പൊതുബോധത്തിൽ നിന്ന് മാറ്റി തീവ്ര മതബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ച് നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളെ അപകടകരമായ ആകുലതകളിലേക്ക് നയിച്ച് കൊണ്ടുപോയി അതിനും അപ്പുറത്തുള്ള തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിപ്പിക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഈ സമൂഹം ശീലിച്ചു പോകുന്ന നല്ല കാലത്തിൻ്റെ നേരെ എതിർഭാഗമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാക്കിയ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിയിൽ കത്തിവെക്കുന്ന രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയം രണ്ടു കൂട്ടർ നടപ്പിലാക്കുകയാണ്. അതിൽ നമ്മുടെ ഈ പ്രദേശത്ത് വലിയ തോതിൽ മതന്യൂനപക്ഷമുള്ള ഈ ഒരു പ്രദേശമാണ് കേരളത്തിൽ മലപ്പുറം ജില്ല. മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണിത്. മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ എളുപ്പത്തിൽ കുറച്ച് വോട്ട് കിട്ടാൻ മത തീവ്രവാദവുമായി സന്ധി ചെയ്യുക എന്നുള്ളതാണ്. അവരെ മുന്നണിയിലെടുത്തിരിക്കുകയാണ്. എത്ര അപകടകരമാണ്, ഭാവി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെയും മത സൗഹാർദ്ദത്തെയും പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയുള്ള സാധ്യതകളെ തുറന്നു വെക്കുന്ന നിലപാടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ലാഭത്തിനു വേണ്ടി ഇപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് രാജ്യ താല്പര്യമില്ല, സമൂഹ താല്പര്യമില്ല, നമ്മുടെ നാട്ടിൻ്റെ നന്മ നിറഞ്ഞ ഒരു മുന്നേറ്റത്തെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടുമില്ല. അങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെ കൂട്ടുപിടിച്ചും ഏത് തീവ്രവർഗീയതയുമായി സന്ധി ചെയ്തും UDFന് അധികാരം പിടിക്കണം എന്നാണ്. അധികാരം എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ആർജിച്ചെടുത്ത എല്ലാ മനുഷ്യ നന്മകളുടെയും അടിയിൽ കോടാലി വയ്ക്കുന്നൊരു പ്രതിപക്ഷ നേതാവാണ് ഇവിടെയുള്ളത്. കേരളത്തിൽ വർഗീയ സംഘർഷത്തിൻ്റെ ചോരപ്പുഴ ഒഴുക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ ഈ UDFൻ്റെ ഈ തീരുമാനത്തിലൂടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ആശാ വർക്കർമാർ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രചാരണം കൂടിയുണ്ട്, അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നുള്ളതാണ്. അത് ആശാ വർക്കർമാരല്ല, അത് ആശാ വർക്കർമാരായിട്ട് കൂട്ടാൻ പറ്റില്ല. അവർ പിന്നെ ഒരു നിയതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി യുക്തിരഹിതമായ ഒരു അരാജക സമരം നടത്തുന്ന ആളുകളാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണത്. അങ്ങനെ ഒരു സമരം നടത്തുക എന്നുള്ളത് സമൂഹത്തിൽ സമരം നടത്തുന്നവർക്ക് ആശാമാരുടെ താല്പര്യത്തെക്കാൾ ഉപരി രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. ആ രാഷ്ട്രീയ താല്പര്യം ഇടതുപക്ഷ വിരുദ്ധതയാണ്. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധതയിൽ പൊതിഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള അരാജക സമരത്തിൻ്റെ പേരാണ് നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ മണ്ഡലത്തിലെ പ്രചാരണത്തിനെത്തുമ്പോൾ അത് ബാധിക്കുമോ? അല്ല, അവർ പ്രചാരണം നടത്താനുള്ള എല്ലാവർക്കും ജനാധിപത്യ അവകാശമല്ലേ. അത് നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു രാഷ്ട്രീയ ആവശ്യം. ഞാൻ പറഞ്ഞാൽ ഒരു സമരം എന്ന് പറഞ്ഞാൽ സമരം യുക്തിഭദ്രമായ മുദ്രാവാക്യങ്ങളിലാണ് സമരം രൂപപ്പെടുക. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യത്തിന് നിങ്ങൾക്കെതിരായി സമരം ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? സമരം എനിക്കെതിരായി ചെയ്യണ്ടേ? അതിന് പകരം നിങ്ങൾക്കെതിരായിട്ടാണ് സമരം എന്ന് പറഞ്ഞാൽ ആ സമരത്തിൻ്റെ പേര് അരാജക സമരം എന്നാണ്. അത് യുക്തിരഹിതമായ സമരമാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിക്ക് പുറത്തുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നത് അത് മാധ്യമ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്താൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിനെ സമരമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അതിപ്പോൾ എല്ലാവർക്കും ജനാധിപത്യ സ്വാതന്ത്ര്യം അതവരങ്ങോട്ട് പോയിക്കോളും. കേരളത്തിലെ ജനങ്ങൾ ആ സമരത്തെ എങ്ങനെ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെയും യോജിപ്പിക്കാനുള്ള ഒരു ഫോക്കൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് അതിന് മറ്റൊന്നും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കാനാവുന്ന വില പോവില്ല.